കേരളത്തിൽ വിൽക്കാനുള്ളതിനൊന്നും വിപണിയിൽ വിലയില്ല. എന്നാൽ ആളുകൾ വാങ്ങാൻ ചെല്ലുന്ന സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയും. സംസ്ഥാനത്തെ ഈ അവസ്ഥയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് സാധാരണക്കാരായ പൊതുജനങ്ങൾ. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിലവിൽ പച്ചക്കറികൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇവിടങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയും പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് ഇടയാക്കുന്നത്. പച്ചക്കറി വരവ് കുറഞ്ഞതോടെ ഭൂരിഭാഗം ഇനങ്ങൾക്കും തീ പിടിച്ച വിലയായി. തുടർച്ചയായി പെയ്ത മഴയിൽ നാടൻ പച്ചക്കറികൾ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമായ സ്ഥിതിയാണ്. ക്രിസ്മസ്, നോമ്പുകാലവും ശബരിമല സീസണുമായതിനാൽ പച്ചക്കറിക്കായിരുന്നു ഡിമാൻഡ് കൂടുതൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന ഏത്തക്കുലയ്ക്ക് കിലോയ്ക്ക് 70 രൂപ വരെയാണ് മൊത്തവില. ഇത് കച്ചവടക്കാർ 80 മുതൽ 85 രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഏത്തക്കുലയ്ക്ക് പുറമെ മറ്റു കുലകൾക്കും വില കൂടിയിട്ടുണ്ട്. റോബസ്റ്റ കിലോയ്ക്ക് 35 മുതൽ 45 രൂപ വരെയും ഞാലിപ്പൂവന് 55 മുതൽ 65 രൂപ വരെയും വിലയുണ്ട്. പ്രതികൂല അവസ്ഥകളെ തുടർന്ന് നാടൻ പയറും വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി. വെളുത്തുള്ളിക്ക് 400 രൂപയും മുരിങ്ങയ്ക്ക് 260 മുതൽ 300 രൂപ വരെയുമാണ് വില. തേങ്ങയ്ക്ക് 70 രൂപയും. നാടൻ പാവയ്ക്കയും പയറും 100 രൂപയ്ക്കാണ് പലയിടങ്ങളിലും വിൽക്കുന്നത്. 15 രൂപയ്ക്ക് വിറ്റിരുന്ന കറിക്കായ്ക്ക് ഇപ്പോൾ 40 രൂപയായി വില. ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില പ്രതിദിനം സംസ്ഥാനത്ത് കുതിച്ചുയരുകയാണ്. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ വലയുന്നത് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. ചിലവിനൊത്ത് ഇത്തരക്കാരുടെ വരുമാനം ഉയരാത്തതിനാൽ വിലക്കയറ്റം വലിയ പ്രതിസന്ധിയാണ് പൊതുജനങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ അധികാരികൾ വേണ്ടത്ര നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നാണ് പരാതികൾ ഉയരുന്നത്.